ഹായ് ഹലോ ഞാൻ ഗൂഗിൾ എല്ലാവർക്കും GSK ബസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. CCL സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ എല്ലാ മത്സരങ്ങളും ഇന്നുകൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെമി ഫൈനലിസ്റ്റ് ആരൊക്കെയാണെന്നുള്ള ലിസ്റ്റൊക്കെ നമുക്ക് ഔദ്യോഗികമായിട്ട് ലഭിച്ചിരിക്കുന്നു. നമ്മൾ കാത്തിരുന്ന കേരള സ്ട്രൈക്കേഴ്സിൻ്റെ എതിരാളികൾ ആരാണ് എന്ന് നമ്മൾ അറിഞ്ഞു. ബംഗാൾ ടൈഗേഴ്സാണ് കേരള സ്ട്രൈക്കേഴ്സുമായി ജനുവരി 31 ഹൈദരാബാദിൽ വെച്ച് നടക്കുന്ന സെമി ഫൈനൽ 2 ഏറ്റുമുട്ടുന്നത്. ബംഗാൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മളെ പരാജയപ്പെടുത്തിയ ടീമാണ്. പക്ഷേ എന്തുകൊണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ നല്ലൊരു ഓപ്പണൻ്റാണ് ബംഗാൾ എന്ന് തോന്നുന്നു. കാരണം നമ്മൾ 3-ാം സ്ഥാനത്താണ് പോയിന്റ് ടേബിളിൽ നിലകൊള്ളുന്നത്. ബംഗാൾ 2-ാം സ്ഥാനത്താണ്. ബംഗാളിന് 3 കളിയിൽ 3 ജയവുമായി 6 പോയിൻ്റ് ഉണ്ട്. നമുക്ക് 3 കളിയിൽ 2 ജയവുമായിട്ട് 4 പോയിൻ്റാണുള്ളത്. നമ്മൾ 3-ാം സ്ഥാനത്തും ബംഗാൾ 2-ാം സ്ഥാനത്തുമാണ്. സെമി ഫൈനലിൽ വരുന്നത് 1-ാം സ്ഥാനക്കാരും 4-ാം സ്ഥാനക്കാരുമായിട്ട് ജനുവരി 31 2 മണിക്ക് ആദ്യത്തെ സെമി ഫൈനൽ കളിക്കും. 2-ാം സ്ഥാനക്കാരും 3-ാം സ്ഥാനക്കാരും രണ്ടാമത്തെ സെമി ഫൈനൽ 7 മണിക്ക് അതേ ദിവസം തന്നെ ജനുവരി 31 രണ്ടാമത്തെ സെമി ഫൈനൽ നടക്കും. ഇങ്ങനെയാണ് സെമി ഫൈനലിൻ്റെ ഷെഡ്യൂൾ. അപ്പോൾ 3 കളിയിൽ 3 ജയവുമായിട്ട് നല്ല നെറ്റ് റൺ റേറ്റോട് കൂടി കർണാടക ബുൾഡോസേഴ്സ്, സുദീപ് കിച്ചൻ നയിക്കുന്ന കർണാടക ബുൾഡോസേഴ്സാണ് 1-ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ നമ്മൾ ഇൻ കേസ് 4-ാം സ്ഥാനത്തായി പോയിരുന്നെങ്കിൽ നമുക്കൊരു ടഫ് കോമ്പറ്റീഷൻ സെമി ഫൈനലിൽ കിട്ടിയേനെ. എന്ന് വെച്ച് ബംഗാൾ നിസ്സാരക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്. ബംഗാൾ നമ്മളെ ഗ്രൂപ്പ് സ്റ്റേജിൽ ആദ്യ മത്സരത്തിൽ നമ്മളെ പരാജയപ്പെടുത്തിയതായിരുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി കമ്പയർഡ് ടു കർണാടക ബുൾഡോസേഴ്സ്, ബംഗാളാണ് കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ടുള്ള ഓപ്പണൻസ്. സോ ജനുവരി 31 നമ്മുടെ സെമി ഫൈനൽ മത്സരം നടക്കുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിനോട് ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം 10 റൺസിന് പരാജയപ്പെട്ടെങ്കിലും ഇന്ന് നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ മുംബൈ ഹീറോസിനെ 59 റൺസിന് തോൽപ്പിച്ചുകൊണ്ട് കിടിലൻ വിജയവുമായിട്ട് നല്ലൊരു നെറ്റ് റൺ റേറ്റോട് കൂടി 4-ാം സ്ഥാനക്കാരായിട്ട് വേൾസ് ചെന്നൈ കിങ്സ് സെമി ഫൈനലിലേക്ക് കയറുന്ന 4-ാമത്തെ ടീമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ സെമി ഫൈനൽസിൻ്റെ ചിത്രം പൂർണ്ണമായിരിക്കുകയാണ്. നമ്പർ 1 പൊസിഷനായ കർണാടക ബുൾഡോസേഴ്സും 4-ാം സ്ഥാനക്കാരായ വേൾസ് ചെന്നൈ കിങ്സും ജനുവരി 31 2 മണിക്ക് ആദ്യത്തെ സെമി ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ കേരളവും അതുപോലെ തന്നെ ബംഗാളും രണ്ടാമത്തെ സെമി ഫൈനലിൽ വീണ്ടും നേർക്കുനേർ വരികയാണ്. ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ നിന്നും സെമി ഫൈനൽ മത്സരത്തിൽ നിന്നും ഒരു 5 ദിവസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ജനുവരി 31 സെമി ഫൈനൽ കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഫെബ്രുവരി 1 തന്നെ ഫൈനൽ മത്സരവും നടക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ കഴിഞ്ഞ മാച്ച് അനാലിസിസ് വീഡിയോ, അതുപോലെ തന്നെ സെമി ഫൈനലിലേക്കുള്ള ഗെയിം പ്ലാൻസിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ഇതൊക്കെയാണ്. അപ്പോൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ എൻ്റെ വ്യക്തിപരമായ സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കിടുകയാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. വീഡിയോ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മുടെ വീഡിയോസിലൂടെ കൂടുതലായിട്ടും ക്രിക്കറ്റ് റിലേറ്റഡ് കണ്ടൻസ്, അതുപോലെ സ്പോർട്സ് റിലേറ്റഡ് കണ്ടൻസും റിവ്യൂസും ഡിസ്കഷൻസും ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ആയിരിക്കും ഈ ചാനലിൽ കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും, ഇതുവരെ പിന്തുണച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷം. നമുക്ക് വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. കേരള സ്ട്രൈക്കേഴ്സിൻ്റെ കഴിഞ്ഞ മത്സരം, അതായത് ഇന്നലെ നടന്ന മത്സരം വേൾസ് ചെന്നൈ കിങ്സുമായിട്ടായിരുന്നു. ഒരുപാട് നമ്മളെ ടെൻഷൻ അടുപ്പിച്ച മത്സരമായിരുന്നു. അവസാനം മഴ കാരണം ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം 10 റൺസിന് നമ്മൾ ജയിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇന്നലെ മഴ പെയ്യുന്ന സമയത്തും കളി നമ്മുടെ കയ്യിൽ തന്നെയായിരുന്നു. നമ്മൾ ജയിക്കുമെന്ന് 100% നമ്മൾ ഉറപ്പിച്ച സമയത്തായിരുന്നു രണ്ടാമത് മഴ എത്തിയത്. അങ്ങനെയാണ് ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം നോക്കുമ്പോൾ നമ്മൾ 10 റൺസിന് സ്കോർ മുന്നിലായിരുന്നു. അങ്ങനെയാണ് നമ്മളെ വിജയികളായിട്ട് പ്രഖ്യാപിച്ചത്. ഇന്നലെ ആദ്യം ബാറ്റ് ചെയ്ത് നമ്മൾ 17.4 ഓവറിൽ 165 റൺസിന് ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. നമുക്ക് 20 ഓവർ ബാറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ചെന്നൈയുടെ ബോളേഴ്സ് പന്തെറിഞ്ഞു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ ചെന്നൈ അവരുടെ ക്യാപ്റ്റൻ വിക്രാന്ത് 62 റൺസ് മാട്ടൻ അടി അടിച്ചു. നമ്മൾ കളി കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വിവേക് ഗോപൻ വന്ന് വിക്രാന്തിൻ്റെ വിക്കറ്റ് എടുക്കുന്നത്. കളി നമ്മുടെ അവിടെ കൊണ്ട് തിരിയുകയാണ്. കേരളത്തിൻ്റെ അടുത്തേക്ക് കളി എത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും പതിയെ പതിയെ നമ്മുടെ സ്പിൻ ബോളേഴ്സ് ബിനീഷ് കോടിയേരിയും വിവേക് ഗോപനും കൂടെ കളി നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവന്നു. അരുൺ ബെന്നി നന്നായിട്ട് പന്തെറിഞ്ഞു. വിക്കറ്റും മെയ്ഡിനും ഒക്കെ നേടി നല്ല രീതിയിൽ കളി നമ്മുടെ കയ്യിൽ കൊണ്ടുവരുമ്പോൾ 2 പ്രാവശ്യം മഴ വന്ന് കളി മുടക്കി. അവസാനം 15 ഓവറിൽ മഴ വന്ന് കളി മുടങ്ങുന്ന സമയത്ത് സ്കോർ നോക്കുമ്പോൾ ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം നമ്മൾ 10 റൺസിന് നമ്മൾ മുന്നിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ 10 റൺസിന് കഴിഞ്ഞ മത്സരം വിജയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഡയറക്റ്റ് നമ്മൾ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ആയി. 3 മത്സരത്തിൽ നിന്ന് 2 വിജയത്തോടു കൂടി 4 പോയിൻറ്റോടു കൂടി നമ്മൾ സെമി ഫൈനലിലേക്ക് കയറുകയാണ് ഉണ്ടായത്. ഒരുപാട് വർഷത്തിന് ശേഷമാണ് നമ്മൾ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് എൻ്റർ ആവുന്നത്. കഴിഞ്ഞ മത്സരം നമ്മൾ കളിച്ചിരുന്നില്ല. അപ്പോൾ ഈ വർഷം കേരള സ്ട്രൈക്കേഴ്സിൻ്റെ തിരിച്ചുവരവ് സെമി ഫൈനൽ എൻട്രോട് കൂടി മനോഹരമായിരിക്കുകയാണ്. അപ്പോൾ സെമി ഫൈനലിൽ വിജയിച്ച് ഫൈനലിൽ കളിക്കാൻ സാധിക്കട്ടെ. അതിലും വിജയിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൻ്റെ കപ്പ് ഉയർത്താൻ നമ്മുടെ സ്വന്തം കേരള സ്ട്രൈക്കേഴ്സിന് സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തെക്കുറിച്ച് ഒരു ബ്രീഫായിട്ട് ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ടീമിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ മൂവിങ് ഫോർവേഡ് ടു ദി ഗെയിം പ്ലാൻ ഫോർ ദി സെമി ഫൈനൽസ്. ബംഗാൾ ടൈഗേഴ്സുമായിട്ടാണ് നമ്മുടെ സെമി ഫൈനൽ മത്സരം വരുന്നത്. ബംഗാൾ ടൈഗേഴ്സുമായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം മത്സരം ഉണ്ടായിരുന്നു. നമ്മൾ 13 റൺസിന് ബംഗാൾ ടൈഗേഴ്സുമായിട്ട് പരാജയപ്പെട്ടിരുന്നു. ഒരു ടഫ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. നമ്മൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. പക്ഷേ ചെറിയ മിസ്റ്റേക്സ്, ഫീൽഡിലെ കുറച്ച് ക്യാച്ച് ഡ്രോപ്പുകൾ, റൺ ഔട്ട് ചാൻസ് മിസ് ചെയ്യുക, അനാവശ്യമായിട്ട് എക്സ്ട്രാസ് കൺസീഡ് ചെയ്യുക,
കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലാതെ റണ്ണൗട്ടുകൾ ഉണ്ടാകുക, ഇങ്ങനത്തെ കുറേ മിസ്റ്റേക്കുകൾ കാരണം മത്സരം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയതായിരുന്നു. നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ബംഗാൾ ടൈഗേഴ്സുമായിട്ടുണ്ടാകുക. സോ അതുകൊണ്ട് തന്നെ സെമി ഫൈനൽസിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇനി നമ്മുടെ സെമി ഫൈനലിസ്റ്റ് എതിരാളികളായ ബംഗാൾ ടൈഗേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, അവരുടെ ടോപ്പ് പ്ലെയേഴ്സിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഓൾറൗണ്ടർ ആയിട്ടുള്ള ജാമിയാണ് അവരുടെ ടോപ്പ് പ്ലെയർ ആൻഡ് കീ പ്ലെയർ എന്ന് പറയുന്നത്. ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ടോപ്പ് 3 ബാറ്റ്സ്മാൻമാരെ ബംഗാളിൻ്റെ നോക്കുകയാണെങ്കിൽ നമ്പർ 1 നിൽക്കുന്നത് 3 ഇന്നിങ്സിൽ നിന്ന് 179 റൺസുമായിട്ട് ജാമി തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത്. ഇനി സെക്കൻഡ് നോക്കുകയാണെങ്കിൽ അവരുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ജോയിയാണ് 3 മാച്ചിൽ നിന്നും 120 റൺസുമായിട്ട് രണ്ടാമത് ബംഗാളിൻ്റെ ടോപ്പ് സ്കോറായിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ആൾ രാഹുൽ മസുംദാറാണ് 3 മാച്ചിൽ നിന്ന് 87 റൺസ്. അപ്പോൾ ഈ 3 പേരാണ് ബംഗാളിൻ്റെ ടോപ്പ് 3 ബാറ്റ്സ്മാൻമാരായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ 3 പേരും തന്നെയായിരിക്കും നമ്മുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് പരീക്ഷണം നൽകുന്ന 3 ബാറ്റ്സ്മാൻമാർ. ഇവരായിരിക്കും നമ്മുടെ മെയിൻ ടാർഗറ്റായിട്ട് വരിക. ഇനി ബംഗാളിൻ്റെ ബോളിംഗ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്റ്സ്മാൻമാർ ശ്രദ്ധിച്ച് കളിക്കേണ്ട മെയിൻ 3 ബോളേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരുന്നത് നമ്പർ 1 ബോളറായിട്ട് CCLലെ തന്നെ ടോപ്പ് വിക്കറ്റ് ടേക്കറായിട്ട് ഈ സീസണിൽ രാഹുൽ മസുംദാർ 3 ഇന്നിങ്സിൽ നിന്ന് 7 വിക്കറ്റാണ് ബംഗാളിന് വേണ്ടി സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി രണ്ടാമത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രത്നദീപ് 3 ഇന്നിങ്സിൽ നിന്നും 5 വിക്കറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി മൂന്നാമത് അനന്ത 3 മാച്ചിൽ നിന്നും 4 വിക്കറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജാമിയും അവരുടെ 3 ഇന്നിങ്സിൽ നിന്നും 4 വിക്കറ്റ് സ്വന്തമാക്കി അവർക്ക് ഒരു പെർഫെക്റ്റ് ഓൾറൗണ്ടറായിട്ട് അവർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 ബോളേഴ്സിനെ അല്ലെങ്കിൽ 4 ബോളേഴ്സിനെയാണ് മെയിനായിട്ട് കേരള ബാറ്റ്സ്മാൻമാരെ ശ്രദ്ധിച്ച് കളിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ബംഗാളിൻ്റെ ടോപ്പ് 6, അതായത് ബാറ്റിങ്ങിലെ ടോപ്പ് 3, ബോളിങ്ങിലെ ടോപ്പ് 3 പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഈ 6 പേരാണ്. ഇവരാണ് നമ്മൾ സെമി ഫൈനൽ മത്സരത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്ലെയേഴ്സ്. ഇനി നമ്മുടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ, അതായത് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ കൂടുതലായിട്ടൊന്നും ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം കേരള സ്ട്രൈക്കേഴ്സിൻ്റെ മാച്ച് ഫോളോ ചെയ്യുന്നവർക്കറിയാം നമ്മുടെ ടോപ്പ് 3 ബാറ്റ്സ്മാൻമാർ ആരൊക്കെയാണ്, നമ്മുടെ ടോപ്പ് 3 ബൗളേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നിസ്സംശയം പറയാം. ഇനി ടോപ്പ് 1, അത് ഒരു സംശയവുമില്ല, ദി ഷോ സ്റ്റീലർ മാഡി മദൻ മോഹനാണ് നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ടോപ്പ് സ്കോറായിട്ട് വരുന്നത്. മദൻ മോഹൻ 3 ഇന്നിങ്സിൽ നിന്ന് ആകെ എടുത്തിരിക്കുന്നത് 163 റൺസാണ്. മദൻ മോഹനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ബാറ്റിംഗ് ഇതുവരെ ആയിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സെക്കൻഡ് ടോപ്പ് സ്കോറായിട്ട് വരുന്നത് അർജുൻ നന്ദകുമാറാണ്, നമ്മുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ. 109 റൺസാണ് അർജുൻ നന്ദകുമാർ 3 ഇന്നിങ്സിലായിട്ട്. നന്നായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അർജുൻ സ്കോർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് ബിഗ് സ്ട്രൈക്ക് റേറ്റ് ഇല്ല എന്നുള്ളതാണ് അവിടെ ഒരു പ്രശ്നം. അർജുൻ നന്ദകുമാർ നല്ലൊരു സപ്പോർട്ടിംഗ് റോളായിട്ട്, ആങ്കറിംഗ് റോളായിട്ട് നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. കാരണം കേരളത്തിൻ്റെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്കോറിങ്ങിൽ ഓൾമോസ്റ്റ് 90% റൺസും ഈ 2 പേരുടെ ബാറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ മൂന്നാമത്തെ ടോപ്പ് സ്കോറർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റനായ ഉണ്ണി മുകുന്ദനാണ് കേരളത്തിൻ്റെ മൂന്നാമത്തെ ടോപ്പ് സ്കോറർ. 50 റൺസാണ് 3 ഇന്നിങ്സിൽ നിന്ന് ഉണ്ണി മുകുന്ദൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. 163 റൺസ് എടുത്ത മദൻ മോഹനാണ് ഒന്നാമത്. മദൻ മോഹൻ ഇറങ്ങുന്നത് തന്നെ 5-മതും 6-മതൊക്കെയാണ് മദൻ മോഹൻ ബാറ്റിങ്ങിന് ഇറങ്ങുന്നത്. അപ്പോൾ 163 റൺസ് എടുത്ത മദൻ മോഹൻ ഒന്നാമത്, മൂന്നാമത് 50 റൺസ് എടുത്ത ഉണ്ണി മുകുന്ദനാണ്. അപ്പോൾ ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാർ എന്തുമാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്കതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ കേരളത്തിന് ഇനി ബാറ്റിംഗ് കുറച്ചും കൂടി നന്നാക്കണം, അല്ലെങ്കിൽ ജയിക്കണം, സെമി ഫൈനൽസ് ജയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതലായിട്ട് ബാറ്റ്സ്മാൻമാരുടെ കോൺട്രിബ്യൂഷൻസ് വന്നേ മതിയാകത്തുള്ളൂ. ഒരിക്കലും മദൻ മോഹനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് സെമി ഫൈനൽസ് വിജയിക്കാനായിട്ട് സാധിക്കത്തില്ല. മദൻ മോഹൻ ആബ്സല്യൂട്ട്ലി എ ഗുഡ് പ്ലെയർ, അവർ വെരി ഡിപ്പെൻഡൻറ്റ് ബാറ്റ്സ്മാൻ. ഇപ്പോഴും പറയുന്നു മദൻ മോഹനിൽ തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ കേരളം ഒരിക്കലും ഒരു പ്ലെയറിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കളിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇനി കേരളത്തിൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ കേരളത്തിൻ്റെ വൺ ഓഫ് ദി കീ പ്ലെയറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന അരുൺ ബെന്നി, ഓൾറൗണ്ടറാണ് അരുൺ ബെന്നി. ബാറ്റ്സ്മാനാണ്, ബൗളറാണ്, നല്ലൊരു ഫീൽഡറാണ്, വിക്കറ്റ് കീപ്പറാണ്. അരുൺ ബെന്നിയാണ് കേരളത്തിൻ്റെ ഈ സീസണിലെ ടോപ്പ് വിക്കറ്റ് ടേക്കറായിട്ട് വരുന്നത്. 5 വിക്കറ്റാണ് 3 ഇന്നിങ്സിൽ നിന്ന് അരുൺ ബെന്നി സ്വന്തമാക്കിയിരിക്കുന്നത്. നല്ലൊരു എക്കണോമിയിലാണ് അരുൺ ബെന്നി പന്തെറിഞ്ഞിട്ടിരിക്കുന്നത്. അരുൺ ബെന്നിയാണ് 5 വിക്കറ്റോട് കൂടി കേരളത്തിൻ്റെ ടോപ്പ് വിക്കറ്റ് ടേക്കറായിട്ട് വരുന്നത്. രണ്ടാം സ്ഥാനം വരുന്നത് വിവേക് ഗോപനാണ്, ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ്. 3 ഇന്നിങ്സിൽ നിന്ന് 4 വിക്കറ്റാണ് വിവേക് ഗോപൻ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി ബിനീഷ് കോടിയേരിയാണ് 3-ാം സ്ഥാനത്ത് വരുന്നത്. 2 ഇന്നിങ്സ് മാത്രമേ ബിനീഷ് കോടിയേരി പന്തെറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. 2 ഇന്നിങ്സിൽ നിന്ന് 3 വിക്കറ്റാണ് ബിനീഷ് കോടിയേരി സ്വന്തമാക്കിയത്. അപ്പോൾ ഇവർ 3 പേരുമാണ് കേരളത്തിൻ്റെ കീ ബോളേഴ്സായിട്ട് വരുന്നത്. കേരളം ഫോക്കസ് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം പവർ പ്ലേയിൽ നമ്മൾ ഒരുപാട് റൺസ് കൺസീഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 6 ഓവറിൽ 50-ന് മുകളിൽ റൺസ് നമ്മൾ എല്ലാ മാച്ചിലും കൺസീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യണം. 10 ഓവർ വരെ നമ്മൾ എപ്പോഴും നന്നായിട്ട് അടി വാങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്പിന്നേഴ്സാണ് നമ്മൾ കുറച്ച് മാച്ച് നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നത്. അരുൺ ബെന്നി, വിവേക് ഗോപൻ, അതുപോലെ തന്നെ ബിനീഷ് കോടിയേരി, ഇവർ 3 പേരാണ് മാച്ച് ഒന്ന് കൺട്രോൾ ചെയ്ത്, റൺസ് കൺട്രോൾ ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ബാക്കിയുള്ള പ്ലെയേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ബോളിംഗ് കോൺട്രിബ്യൂഷൻസ് നമ്മൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കണം. അവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സമർത്ത് അംബുജാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്ലെയർ, അതായത് ബി കാറ്റഗറിയിൽ പ്ലേ ചെയ്യുന്ന സമർത്ത് അംബുജാക്ഷൻ എന്ന പ്ലെയർ ബോളിംഗ് കൊണ്ട് കാര്യമായിട്ട് നമുക്ക് ഇതുവരെ ഒരു കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല. ബാറ്റിങ്ങിലും നമുക്ക് കാര്യമായിട്ട് ഒരു കോൺട്രിബ്യൂഷനും സമർത്ത് അംബുജാക്ഷൻ തന്നിട്ടില്ല. സോ ഇറ്റ്സ് ഹൈ ടൈം ടു റീപ്ലേസ് സമർത്ത് അംബുജാക്ഷൻ ഇൻ ദി സെമി ഫൈനൽ.
സമർത്ഥിന് പകരം അവിടെ അഖിൽ മാരാർ അല്ലെങ്കിൽ മുഹമ്മദ് ഷാരിഖ് ഇവരിൽ ആരെങ്കിലും ഒരാൾ കളിച്ചേ മതിയാകത്തുള്ളൂ. എങ്കിൽ മാത്രമേ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ സ്ട്രോങ് ആകത്തുള്ളൂ. ബാറ്റിങ്ങിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സാണ് അഖിൽ മാരാർ അല്ലെങ്കിൽ മുഹമ്മദ് ഷാരിഖ് എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി കേരള സ്ട്രൈക്കേഴ്സ് ഹാവ് ടു ലുക്ക് ഓൺ റീപ്ലേസിംഗ് സമർത്ഥ് അംബുജാക്ഷൻ വിത്ത് അഖിൽ മാരാർ ഓർ മുഹമ്മദ് ഷാരിഖ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സെമി ഫൈനൽസിൽ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചേഞ്ച് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. പിന്നീട് അവിടെ വരുന്നത് പ്രശാന്ത് അലക്സാണ്ടറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വിചാരിച്ച പോലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ സീസണുകളിലൊക്കെ ബൗളിംഗ് കൊണ്ട് ഒരു വിക്കറ്റ് ടേക്കിംഗ് ഓപ്ഷനായിട്ട് വരുന്ന ഒരാളായിരുന്നു പ്രശാന്ത് അലക്സാണ്ടർ. ബട്ട് എനിക്ക് തോന്നുന്നില്ല പ്രശാന്ത് അലക്സാണ്ടറിനെ അവിടെ റീപ്ലേസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് സിജു വിൽസണൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പരിക്കിൽ നിന്നും മുക്തനായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എ കാറ്റഗറി പ്ലെയേഴ്സിൻ്റെ അഭാവം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രശാന്ത് അലക്സാണ്ടർ റീപ്ലേസ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. മണിക്കുട്ടനും നല്ലൊരു ബൗളറാണ്. പക്ഷേ അടി കിട്ടിക്കഴിഞ്ഞാൽ മണിക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് റിലേ പോവും. സോ മണിക്കുട്ടനെയും എനിക്ക് തോന്നുന്നില്ല ടീം റീപ്ലേസ് ചെയ്യുമെന്ന്. എനിക്ക് പക്ഷേ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. പകരം നല്ലൊരു എ കാറ്റഗറി പ്ലെയേഴ്സ്. ബട്ട് അതാണ് പ്രശ്നം, 7 പേര് എ കാറ്റഗറി കമ്പൽസറി ആയിട്ട് കളിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ സ്ക്വാഡിൽ എ കാറ്റഗറി പ്ലെയേഴ്സ് കുറവാണ്. ഉള്ളവർക്ക് കുറച്ച് പേർക്ക് പരിക്കുവാണ്. അപ്പോൾ അതാണ് നമ്മൾ ടീം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ബാക്കി ടീമുകളുടെ എ കാറ്റഗറി പ്ലെയേഴ്സ് വെരി 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 സ്ട്രോങ് ആണ്. അവരുടെ കയ്യിൽ നിന്ന് വരുന്ന ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും കോൺട്രിബ്യൂഷൻസ് ഒക്കെ വളരെ വലുതാണ്. അവിടെയാണ് കേരള സ്ട്രൈക്കേഴ്സിന് ഈ കാറ്റഗറി റൂൾസ് വന്ന് പണിയായി വരുന്നത്. നമ്മുടെ നല്ല ബാറ്റ്സ്മാൻമാരൊക്കെ ഇറങ്ങുന്നത് 10ാമതും 11ാമതും ഒക്കെയാണ്. ബാറ്റിംഗ് ചെയ്യാൻ കൽപ്പുള്ള അരുൺ ബെന്നി കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയത് 11ാമനായിട്ടാണ്. 9 വിക്കറ്റ് വീണപ്പോഴാണ് അരുൺ ബെന്നി ഇറങ്ങുന്നത്. 8 വിക്കറ്റ് വീണപ്പോഴാണ് ആര്യൻ ഇറങ്ങുന്നത്. അപ്പോൾ ആകെ അവിടെ ഇറങ്ങാൻ പറ്റുന്നത് മദൻ മോഹൻ മാത്രമാണ്. മദൻ മോഹൻ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ഒന്നും ഔട്ട് ആവത്തില്ല. അപ്പോൾ മദൻ മോഹൻ ഔട്ട് ആവുന്നത് വരെ വേറെ ഒരു ബി കാറ്റഗറി പ്ലെയറിനും അവിടെ ഇറങ്ങാനും പറ്റത്തില്ല. അപ്പോഴാണ് നമുക്ക് അവിടെ സ്കോറിങ് കാര്യമായിട്ട് നടക്കാത്തത്. എ കാറ്റഗറി പ്ലെയേഴ്സിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ റൺസ് ബാറ്റിങ്ങിൽ കോൺട്രിബ്യൂഷൻസ് വരുന്നില്ല. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഓക്കെ ആവും. അപ്പോൾ ഉണ്ണിമുകുന്ദൻ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ക്വിക്ക് ഫയർ സ്റ്റാർട്ടിങ് തന്നു, പക്ഷേ പെട്ടെന്ന് ഔട്ടായിപ്പോയി. അപ്പോൾ അതുപോലൊരു ഇന്നിങ്സ് കുറച്ചും കൂടി കൂടുതൽ റൺസ് സ്കോർ ചെയ്യുന്ന ഒരു ഇന്നിങ്സ് സെമി ഫൈനൽസിൽ വരികയാണെങ്കിൽ അർജുൻ നന്ദകുമാർ ഉണ്ണി മുകുന്ദൻ ഒരു 50+ പാർട്ട്ണർഷിപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 10 ഓവറിൽ ഒരു 100 റൺസ് എടുക്കാൻ കേരളത്തിന് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ മദൻ മോഹൻ്റെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ കേരളം നല്ലൊരു സ്കോർ എടുക്കാൻ പറ്റും. ബോളിംഗിൽ നമുക്ക് പിടിക്കാൻ പറ്റും. സെമി ഫൈനൽസിൽ നമുക്ക് മിന്നുന്ന വിജയം കരസ്ഥമായിക്കൊണ്ട് ഫൈനൽസിൽ കയറാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ക്വിക്ക് പ്ലാനായിട്ട് പറയാനുള്ളത് സെമി ഫൈനൽസിനെ സംബന്ധിക്കുമ്പോൾ. അപ്പോൾ കൂടുതൽ വീഡിയോസും ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. സെമി ഫൈനൽസ് നമ്മൾ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കും കേരളത്തിൻ്റെ മാച്ച്. സോ എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. നമുക്കപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.